സതീഷ് ശങ്കർ എന്ന് പറയുന്ന ആളിൻ്റെ, അതായത് മരണപ്പെട്ട അതുല്യയുടെ ഭർത്താവ് എൻ്റെ വീടിന് മുന്നിലാണ്. അനീഷ് എന്നാണ് നാട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വരുമ്പോൾ വളരെ ഡീസൻ്റ് ആണെന്നാണ് പറയുന്നത്. ഇവിടെ വെച്ച് കൊണ്ടുവരുന്നില്ല വലുതായിട്ട്. പിന്നെ അടുത്ത കാലത്തൊന്നും ഇവിടെ യാതൊരു ബന്ധമില്ലല്ലോ. അവൻ്റെ വൈഫ് ഹൗസല്ലേ അവൻ താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ അവൻ്റെ പോരാൻ വേണ്ടെന്ന് അവർക്കെല്ലാം അറിയാൻ പറ്റും. അവനിപ്പോൾ ഇവിടെ അങ്ങനെ വരാറും താമസിക്കാറുണ്ട്. ആരെ ഇഷ്ടപ്പെടുന്നു പറയുന്നൊന്നുമല്ല. ഇപ്പോൾ 10 വർഷമായിട്ട് പെണ്ണിനെ ഇങ്ങനെ ഉപദ്രവിക്കായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ പുറത്തു വന്ന കണ്ടല്ലോ. അത് ഞങ്ങളും കണ്ടു. പക്ഷെ അത് അവരാണ് തരണം ചെയ്യേണ്ടത്. അത് ഭയങ്കര, അത് വലിയ ക്രൂവല്ലേ. പെൺകുട്ടികളെ ഞങ്ങൾ കാണുമ്പോൾ നമുക്കും പെൺകുട്ടികളുള്ളതല്ലേ. അപ്പം നമ്മളങ്ങനെ നമ്മുടെ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഉപദ്രവിച്ചാൽ നമ്മൾ എന്തോ ചെയ്യും? തെറ്റ് തന്നെ. തലയടിച്ച് പൊട്ടിക്കത്തില്ലേ? സുരേഷ് പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. അവര് തരണം ചെയ്യണമായിരുന്നു. കാര്യം ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മോശമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നേരം അത് മാറ്റി നിർത്തണം. കളയേണ്ട കേസ്. തീർച്ചയായിട്ടും അത് അവരാണ് ചെയ്യേണ്ടത്. ഇവിടം വരെ എത്തിക്കണ്ടായിരുന്നു. തീർച്ചയായിട്ടും. കാര്യം പെങ്കുഞ്ഞ് കിടക്കുന്നില്ലയോ? ആണുമല്ല, ഒരു പെങ്കുഞ്ഞ. പിന്നെ ഒരു ഒറ്റ പെങ്കുച്ച ഉള്ളു. 10 വയസ്സുള്ളൂ. അവൾ ഇവിടെ വന്നാലും കട കയറി എന്താ മാറ്റി ഒടിച്ച് തിന്നിട്ട് അവർ പോത്ത്. ആ പെണ്ണ് ഈ മരിച്ച പെണ്ണ് വന്നാലും തന്നെ നമ്മളെ കാണാൻ അവർ പോത്തില്ല. കേട്ടാന്ന് വിളിച്ച് തീർക്കത്തില്ല. അവനും അത് തന്നെ. പക്ഷേ പെൺകുട്ടി നല്ല സ്വഭാവമുള്ള പെൺകുട്ടിയല്ലായിരുന്നു. നമ്മുടെ കാഴ്ചപ്പാടിൽ അതാ. അതിലും വരെ ഇവർ രണ്ടുപേരെയും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഫാമിലി പ്രശ്നത്തിന് എന്തുണ്ടായെന്നുള്ളത് കുറച്ച് കാലം കൊണ്ട് ഫാമിലി സ്ഥലമാകുമ്പോൾ അവരല്ലേ തരണം ചെയ്യേണ്ടത്. അതിൽ ചെയ്യേണ്ടത്. മോശമെന്ന് കണ്ടാൽ അവിടെ നമ്മൾ അവസാനിപ്പിക്കണം. ആരായാലും ശരി. അത് തെറ്റ് പറ്റിപ്പോയി. അതുകൊണ്ടല്ലേ ഇവിടം വരെ അവസാനിച്ചത്. അവനും അവൻ്റെ ജോലിയും പോയി. അവനിനിയും പെട്ടെന്നൊന്നും രക്ഷപ്പെട്ടിങ്ങ് വരത്തുമില്ല. വലിയ പറഞ്ഞ അത് ഞങ്ങൾ തന്നെ പറയുന്നത്. ഈ ആളിനെ കൃത്യമായിട്ട് അറിയാമോ ഇവർ ഇദ്ദേഹത്തെ? പുള്ളിയെ ഇവിടെ ചെറുപ്പത്തിൽ ഇവിടെ വെച്ച് കണ്ടുള്ള പരിചയമുള്ളൂ. ഇങ്ങനെ മദ്യപാനിയായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അറിയത്തില്ല. നമുക്ക് അടുത്ത് പരിചയമില്ല. ഇപ്പൊ പിന്നെ ഷാർജയിലെ നിയമം ദുബൈയിലെ നിയമം രണ്ടാണ്. എന്താ ചേട്ടാ പറഞ്ഞത്? രണ്ടാന്ന് തോന്നുന്നു. എൻ്റെ അറിവിൽ രണ്ടാന്ന് തോന്നുന്നു. ഷാർജയിൽ വേറെ നിയമം. അവൻ ഷാർജയിൽ വെച്ച് മരിച്ചതായതുകൊണ്ട് ഷാർജയിലെ നിയമമാണ് വരിക അല്ലേ? പിന്നെ സാധാരണ ധാരാളം വീഡിയോസ് ഒക്കെ ഉണ്ട്. ഞാൻ കണ്ടുകൊണ്ടിരുന്നത്, ടി വിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. അത് കണ്ടപ്പോൾ എന്തോ തോന്നി? പെൺകുട്ടി, നമുക്ക് പെൺകുട്ടികളല്ലേ നമുക്ക്. പിന്നെ തീർച്ചയായിട്ടും നമുക്കൊരു വിഷമം തോന്നിയില്ല? തീർച്ചയായിട്ടും തോന്നും. നമുക്ക് മാതാപിതാക്കൾക്കെല്ലാം അങ്ങനെ തോന്നത്തുള്ളൂ. നമ്മളിത് ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് മറക്കും. നമ്മൾ അടുത്ത കേസ് വരുമ്പോൾ ഇതങ്ങ് മറക്കും. ഞാൻ കാലത്തെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ടി വി 5 മണിക്ക്. ഞാൻ നമ്മുടെ അടുത്താണെന്ന് കഴിഞ്ഞ് തീർന്നില്ല, അതിൻ്റെ കാര്യം തീർന്നില്ല. ഇപ്പോൾ ഇവരൊന്നും അങ്ങ് പഠിത്തം വരികയില്ല, അങ്ങ് മറക്കുകയില്ലേ. നമ്മളൊന്നും പാഠം പഠിക്കുന്നില്ല. ഞങ്ങളെ ഗൾഫിൽ ജീവിച്ചോ അവർക്ക് നിയമവും കാര്യമൊക്കെ എന്ന് പറഞ്ഞാൽ റോഡിൽ കുപ്പ പോലും ഇടാൻ പാടില്ല. അത്രയ്ക്ക് ഉള്ള നാടാണ്. വീറും വൃത്തിയും എല്ലാം ഉള്ള നാടാണ്. ഏത് കാര്യത്തിലായാലും നിയമമായിട്ടായാലും എല്ലാം. ഇതേപോലുള്ള കേസായിരുന്നല്ലോ വിസ്മയുടേത്. വിസ്മയുടെ ആൾ പുറത്ത് വന്ന് അതൊക്കെ പണശേഷിയും നല്ല കഴിവുണ്ടെങ്കിൽ പിന്നെ നല്ല വക്കീലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെന്താ പുറത്ത് ഈസിയായിട്ട് പുറത്ത് വരാം. അത് നമ്മുടെ നാട്ടിൽ നിയമം നോക്കുമ്പോൾ നിയമമില്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ വീണ്ടും വീണ്ടും അഴിഞ്ഞാടുന്നത്. വെറും ദുർബല നിയമമില്ല നമ്മുടെ നാട്ടിൽ ഒഴിച്ചു. ഇങ്ങനെ പണം സ്വാധീനം. ഒരു IAS കാരൻ തന്നെ കണ്ടില്ല, പരസ്യമായിട്ട് ഇടിച്ചു വന്ന കണ്ടില്ലേ. എവിടെ പോയി കേസ് അവിടെ പോയി. അത് കാണുമ്പോൾ നമ്മൾ ചിരിക്കുക ചെയ്യുന്നു. ചെയ്ത് ഒരു ഇതില്ലല്ലോ. നിയമം അവിടെ പോയി. പാവപ്പെട്ടവനിപ്പോൾ ഇങ്ങനെ വണ്ടിയിൽ എങ്ങോട്ട് പോകുമ്പോഴത്തേക്കിന് അവനെ വെച്ച് കൊതിക്കും ഇങ്ങനെ എന്തെങ്കിലും മുഴക്കമല്ലോ അല്ലെങ്കിൽ തടി വെച്ച് കൊണ്ടുപോകുന്നതിന്. പക്ഷേ നേരെ കാറിപ്പോകുന്നതിനൊന്നും ചെയ്യത്തില്ല. അതല്ലേ നമ്മുടെ നാട്ടിലെ പണവും സ്വാധീനം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചോളൂ. മറ്റേത് അവിടെ നടക്കത്തില്ല. അവനെല്ലാം അവിടുത്തുകാരനായാലും ഇന്ത്യക്കാരനായാലും ഒരേ നിയമമാണ്. ഇപ്പോൾ ഈ വിസ്മയുടെ ഭർത്താവ് പുറത്ത് വന്നതിനെ കുറിച്ച് എന്താ തോന്നുന്നത്? അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയത്. പണവും സ്വാധീനം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. പിന്നെ ഒരു ഭാഗമുണ്ട്, സ്ത്രീകൾ മാത്രം പറയും നമ്മൾ കേൾക്കാനും പാടില്ല. നമുക്ക് ആരെ വേണമെങ്കിലും ഈ വന്ന കാലത്ത് ആരും പറയുന്ന സ്ത്രീകൾ പറയുന്നേ കേൾക്കത്തുള്ളൂ. ഇത് നിയമം സത്യം പിന്നീടല്ലേ പുറത്തു വരുന്നത്. എത്രയോ കേസുകളുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.